വ്യാജരേഖകൾ ചമച്ച IAS കാരി പൂജ കേത്കറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കേന്ദ്ര സർക്കാരിൻ്റേതാണ് നടപടി. വ്യാജ സർട്ടിഫിക്കറ്റാണ് ഇവർ സമർപ്പിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, അവസാനം അത് സംഭവിച്ചു. അവരുടെ രേഖകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയപ്പോഴേ അവരുടെ പടിയിറക്കം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. തീർച്ചയായും SKN വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് IAS കരസ്ഥമാക്കിയ ട്രെയിനി IAS ഉദ്യോഗസ്ഥ പൂജ കേക്കറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. സിവിൽ സർവീസ് ചട്ടം 1954 ചട്ടം 12 അനുസരിച്ചാണ് പ്രൊബേഷണറി കാലത്ത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുകയാണെങ്കിലോ അവരുടെ സേവനത്തിൽ തൃപ്തികരമല്ല എങ്കിലോ പിരിച്ചുവിടാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് അത് പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണം അവർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരവും നൽകിയ ശേഷമാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വ്യാജരേഖകളായിരുന്നു പൂജ കേക്കർ ഈ സർവീസിൽ ഇടം നേടുന്നതിനായി ഉപയോഗിച്ചത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് ഉള്ള അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആണ് പിന്നീട് അവസരം കണ്ടെത്തിയത്. ഒപ്പം തന്നെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന വ്യാജ ജാതി സർട്ടിഫിക്കറ്റും ഇവർ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പൂജ കേക്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ ഇപ്പോൾ UPSCയും ഒപ്പം തന്നെ ഡൽഹി പോലീസും എതിർത്തിട്ടുണ്ട്. കാരണം UPSCയെ മാത്രമല്ല കബളിപ്പിച്ചത്, പൊതുജനങ്ങളെ തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിവിൽ സർവീസ് പ്രവേശനം പൂജ കേക്കർ നേടിയത് എന്നാണ് ഈ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം.